നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മോൻസ് ജോസഫ്. എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. പ്രധാന വാർത്തകൾ. പ്രതീക്ഷകൾ പകരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണകളാണ് ഈസ്റ്റർ. സഹനത്തിനപ്പുറം പ്രതീക്ഷകളുടെ പുലരി പിറക്കുമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. ഈസ്റ്റർ ആശംസകൾ അറിയിക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂർ ബിഷപ്പ് ഹൗസിൽ നേരിട്ടെത്തി. പുന്നമ്പറമ്പ്, മച്ചാട്, മുക്കാട്ടുകര, മണ്ണുത്തി, പടവരാട് തുടങ്ങിയ പള്ളികളിൽ ഈസ്റ്റർ ചടങ്ങുകൾ നടന്നു. ഈസ്റ്റർ സദ്യയുമായി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കരുണയുടെ ദൂതന്മാർ എത്തി. വിശദമായ വാർത്തകളിലേക്ക്. പ്രതീക്ഷകൾ പകരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയാണ് ഈസ്റ്റർ. ഏതൊരു സഹനത്തിനുമപ്പുറം പ്രതീക്ഷയുടെ പുലരി പിറക്കുമെന്ന സന്ദേശമാണ് ഈസ്റ്റർ പകർന്നു നൽകുന്നത്. സാമ്രാജ്യത്വവും വർഗീയതയും ഉയർത്തുന്ന പീഡാനുഭവങ്ങളിലൂടെ ലോകം കടന്നു പോവുകയാണ്. സാമ്രാജ്യത്വ കടന്നുകയറ്റവും യുദ്ധങ്ങളും വിതയ്ക്കുന്ന ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈസ്റ്റർ ദിനത്തിലും നിസ്സഹായരായി നിൽക്കുകയാണ്. ഈ പീഡനകാലത്തെ ലോകം അതിജീവിക്കുമെന്നും മാനുഷികതയും സ്നേഹവും ഭൂമിയിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഈ ഈസ്റ്റർ പകരുന്നത്. ഏവർക്കും CTV ന്യൂസിന്റെ സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്റർ ആശംസകൾ അറിയിക്കാൻ ബിഷപ്പ് ഹൗസിൽ നേരിട്ടെത്തി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഈസ്റ്റർ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം പ്രിയൂർ മാവും സമ്മാനിച്ചു. ബിഷപ്പ് ഹൗസിലെത്തിയ മന്ത്രിയെ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, ഫാദർ ജോസ് കോനിക്കര, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. മന്ത്രി നൽകിയ പ്രിയൂർ മാവ് ബിഷപ്പ് ഹൗസിലെ കൃഷിയിടത്തിൽ നടുമെന്ന് ബിഷപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഈസ്റ്റർ ആശംസകൾ. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷമുള്ള ഉയർപ്പിന്റെ പെരുന്നാളാണ് ഈസ്റ്റർ. ലോകത്ത് എല്ലായിടത്തുമുള്ള മനുഷ്യരുടെ പ്രതീക്ഷയും സ്വപ്നവുമെല്ലാം ക്രിസ്തുമായി മാറുന്നൊരു കാലമാണ് ഉയർപ്പിന്റെ പെരുന്നാൾ. മനുഷ്യന് ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളുടെയും മോചനത്തിനായി മനുഷ്യപുത്രനെ സ്വയം ബലിയർപ്പിച്ച് ക്രൂശിതനായതിന്റെ ഓർമ്മകൾ കൂടിയാണിത്. ജീവിതത്തിൽ വീഴാതെ പിന്തിരിഞ്ഞോടാതെ പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് ഈ ഉയർപ്പിന്റെ പെരുന്നാൾ നൽകുന്നത്. നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം, കാരണം നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നയാൾ വിശ്വസ്തനാണ് എന്നും പ്രതിപക്ഷ നേതാവ് ആശംസിച്ചു. പുന്നമ്പറമ്പ് മച്ചാട് പള്ളിയിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. മരണത്തിന്റെയും അന്ധകാരത്തിന്റെയും അധികാരപ്രമദതയുടെയും ആധിപത്യത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈശോമിശിഹ ഉയർത്തെഴുന്നേറ്റത്. ഉത്തിതനെ രക്ഷിക്കാനായി പ്രഖ്യാപിക്കുന്ന ഏവരെയും അവൻ സമാധാനത്തിലേക്കും പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും വഴി നടത്തുന്നു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ മുഖ്യ കാർമ്മികനായി. മദർ സിസ്റ്റർ സെൽസ്റ്റി, ട്രസ്റ്റിമാരായ ജിനോ വടക്കൂടൻ, വിൻസെന്റ് തോമസ്, VP സാജോ, ഡേവിസ് വല്ലൂരാൻ, ബ്രദർ ജിസ്മോൻ പുത്തൂർ, തോമസ് പുത്തൂർ, CT ആന്റണി, നിക്സൺ ആലപ്പാട്ട്, CB സജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിലെ ഉയർപ്പു തിരുക്കർമ്മങ്ങൾക്കും സംയുക്ത തിരുനാൾ കൊടിക്കയറ്റവും മനോഹരമായി. ദുഃഖശനിയാഴ്ച രാത്രി 11:30 ആരംഭിച്ച ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ നേതൃത്വം നൽകി. തുടർന്ന് ഉത്തിതനായ ദൈവകുമാരന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ദേവാലയത്തെ വലം വെച്ച് മനോഹരമായ പ്രദക്ഷിണത്തിൽ ഇടവക ജനങ്ങൾ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേർന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും 242ാമത് സംയുക്ത തിരുനാളിന് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ തിരുനാൾ കൊടിക്കയറ്റ കർമ്മം നിർവഹിച്ചു. വിവിധങ്ങളായ പ്രാർത്ഥന നിർഭരമായ ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂകര, ബ്രദർ ജോബി വടയാട്ടുകുഴി, തിരുക്കുടുംബ സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, തിരുനാൾ കൺവീനർ റോബിൻ പോൾ, ജോയിന്റ് കൺവീനർ ജോഷി CD, ഇടവക കൈക്കാരന്മാരായ വിൻസെന്റ് കവലക്കാട്, CC സാജൻ, ജോൺസൺ പാലക്കൻ, ഡാനി ഡേവിസ്, ഇടവക PRO നിതിൻ ജോസ്, ഭക്തസംഘടനാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. 2025 ഏപ്രിൽ 25, 26, 27, 28 തീയതികളിൽ സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നു.
മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഉത്താന ചടങ്ങുകളുടെ ദൃശ്യാവിഷ്കാരം ഭക്തജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഉത്താന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഡേവിസ് ചിറമൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ഡീക്കൻ റിജോ, കൈക്കാരന്മാരായ പി സണ്ണി, ജോണി കൂള, ആൻഡോ ചാലിശ്ശേരി, ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം നോയമ്പ് വീടിൽ നടന്നു.
ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. സെന്റ് തോമസ് ചർച്ച് പടവരാട് ഇടവകയിൽ ഈസ്റ്റർ ആചരണം നടന്നു. ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, ഫാദർ ക്രിസ്റ്റോ പെരിക്കല, ഫാദർ ജോബിൻ പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. നോമ്പുതുറക്കൽ ചടങ്ങിന്റെ ഭാഗമായി ഈസ്റ്റർ എഗ് വിതരണവും ഉയർപ്പ് ചിത്രീകരണവും നടന്നു. ഇടവക കൈക്കാരന്മാരായ ജോഷി പൊട്ടയ്ക്കൽ, വർഗീസ് പ്ലാക്കൽ, ജോബി പെരുമ്പള്ളി, റിൻഡോ പുതുശ്ശേരി, ദൈവാലയ ശുശ്രൂഷി ആന്റണി ചാഴൂക്കാരൻ, കേന്ദ്രസമിതി കൺവീനർ താരു ചെമ്മണ്ണൂർ, ടോണി എടുത്തുരുത്തിക്കാരൻ, വിനോദ് മുള്ളംകുഴി, ആൻഡോ ജോസ്, ഫ്രിജോ ഫ്രാൻസിസ്, ക്ലിഫ്റ്റൺ ജോർജ് തുടങ്ങിയവരും ഇടവക സമൂഹവും നേതൃത്വം നൽകി. അതിൽ സമാധാന നിലനിർത്തുകയും ചെയ്യണമേ. സാർവത്രിക സഭതലവനായ ഫ്രാൻസിസ് പാപ്പയെയും ലീഗസഭാതലവനായ മറാഫേൽ ബെഞ്ചറാഫിനെയും അതിരൂപതാധ്യക്ഷനായ മാർഗോലത്തെയും മറ്റോടിമുദ്രാനെയും എല്ലാ മേൽദർശന്മാരെയും സംരക്ഷിക്കുകയും അവർ കൽപ്പിക്കപ്പെട്ട സഭകളെ സമാധാനത്തിൽ നയിക്കുവാൻ ശ്രദ്ധരാകുകയും ചെയ്യണമേ. പ്രഭുതന്മാരെ സംസ്ഥാനമാരെ സമർപ്പിതരെയും അന്മായ പ്രേക്ഷകരെ ആസ്വദിക്കുകയും അവരെ സമാധാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യണമേ. യുവജനങ്ങൾ, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നടന്നു പോയിരിക്കുന്നവരെയും ആശീർവദിക്കുകയും സമാധാനം ലഭിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെയും സാമൂഹ്യ പ്രവർത്തകർ, മാതൃശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. വിദൂരസ്ഥരെയും ദരിദ്ര, സമ്പന്ന, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ എന്നിവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ദുഃഖിതർ, പീഡിതർ, രോഗികൾ, ശാരീരികവും മാനസികമായി വേദനിക്കുന്നവർ, മർദ്ദിത, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ആശ്രദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. പ്രപഞ്ചത്തെയും അത് ജീവജാലങ്ങളെയും സസ്യലതാദികളെയും
ആശീർവദിക്കുകയും അവയെ സമാധാനത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ സന്തോഷത്തിലെ എല്ലാ പുതിയ നിയോഗങ്ങളെയും ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയുടെ വിവിധ സ്ഥാപനങ്ങളുടെ നമ്മുടെ കുടുംബങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ഈ ഉയർപ്പിന്റെ ഈ കുർബാനയിൽ ഈശോയുടെ കയ്യിൽ നമുക്ക് സമർപ്പിക്കാം. ഈസ്റ്റർ ദിന സദ്യയുമായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ കരുണയുടെ ദൂതന്മാർ. ഒത്തുചേരലിന്റെയും ഭക്ഷണപാനീയങ്ങളുടെയും ഒരു ദിനമായി ഈസ്റ്ററിനെ കാണാനും മാറാനും പാടില്ലെന്നും വലിയ വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന ഒരു പുണ്യപുരുഷന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ദിനമായും മരണത്തിനു മേലുള്ള ജീവന്റെ വിജയവും നിരാശയ്ക്ക് മേലെയുള്ള പ്രത്യാശയുടെ ഉണർവും മനുഷ്യരാശിക്ക് പ്രത്യാശയുടെ പ്രകാശമാണ് ഈസ്റ്റർ എന്നും സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ അഭിപ്രായപ്പെട്ടു. വർഷങ്ങളായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിയിരിപ്പുകാർക്കും വേണ്ടി വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കരുണയുടെ ദൂതന്മാരൊരുക്കിയ ഈസ്റ്റർ ദിന സദ്യയുടെ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഒല്ലൂർ ഫെറോന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ ജോസഫ് വൈക്കാടൻ, ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ, കരുണയുടെ ദൂതൻ ദേവസി ചിറ്റിലപ്പള്ളി, ബെന്നി ആലപ്പാട്ട്, ജിൻഡോ എന്നിവർ സന്നിഹിതരായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾ, അവരുടെ കൂട്ടിയിരിപ്പുകാർ, ജീവനക്കാരോടൊപ്പം 100 കണക്കിന് പേർക്ക് കരുണയുടെ ദൂതന്മാർ ഈസ്റ്റർ സദ്യ ഒരുക്കിയിരുന്നു. പുറകില് ഇവരെ സഹായിക്കുന്ന കുറേയേറെ നല്ല മനുഷ്യരുണ്ട്. തമ്പുരാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ദേവസ്വേട്ടൻ്റെ കയ്യിലെ സ്വത്തുണ്ടായിട്ടല്ല, ദൈവത്തിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുള്ളത് കൊണ്ട് ദൈവം ഇവരിലൂടെ പ്രവർത്തിക്കുക.
നമുക്ക് വേണ്ടി അദൃശ്യനായിട്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഈസ്റ്റർ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം ഇന്നും ജീവിക്കുന്നു, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ആരുമില്ല, നമ്മളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ ചിലപ്പോൾ നമ്മളെ കളിയാക്കും. ഈ ദൈവത്തിലൊക്കെ വിശ്വസിച്ചിട്ട് ഇപ്പം നിങ്ങളെ സഹായിക്കാൻ എവിടെയാണ് ദൈവം? നമ്മെ സഹായിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ് മറ്റു മനുഷ്യരെ. നമ്മളും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളവരാണ്. നമ്മിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഈസ്റ്ററിൽ ഉണ്ട്. പ്രത്യാശയുടെ ഒരു ദിവസമാണ് ഈസ്റ്റർ. ദൈവത്തിന് വേണ്ടി മരിക്കുക, ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിന് വേണ്ടി മരിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് വേണ്ടി മരിച്ച ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർത്തത്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി മരിച്ചു, നമുക്ക് പ്രത്യാശ നൽകാൻ വേണ്ടി. ഈ മരണവും ഒരവസാനമല്ല. ആശുപത്രിയിൽ രോഗിയായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പേടി എന്താണ്? മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. ചെറിയ അസുഖമാണെങ്കിലും വയറുവേദനയാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് അത് ക്യാൻസറാണ്, അടുത്ത ദിവസം മരിക്കാവോ എന്നുള്ളതാണ്. മരണഭയമാണ്. പക്ഷെ മരണത്തിനും അതീതമായിട്ട്, മരണത്തിനും അപ്പുറത്തേക്കുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈസ്റ്ററിൽ നമുക്കെല്ലാവർക്കും ആ പ്രത്യാശയുണ്ടാകട്ടെ. ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ പുത്രൻ മരിച്ച് 3 ദിവസത്തിനുള്ളിൽ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ അറുതിയുണ്ട്. അതിനപ്പുറത്ത് ദൈവം നമ്മളെ സഹായിക്കും, നമ്മെ രക്ഷിക്കും എന്നുള്ള പ്രത്യാശ ഈ തിരുനാൾ നമുക്ക് നൽകി. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്ക് നമ്മെ സഹായിക്കുന്ന എല്ലാ നല്ല മനുഷ്യരെയും ഓർക്കും. നമ്മൾ ഈ അന്നം കഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദേവസ്യേട്ടനെയും കൂടെയുള്ള എല്ലാവരെയും നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ ഒന്ന് ഓർത്ത് അവരെയും തമ്പുരാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങ് ഇന്നും ജീവിക്കുന്നവനാണെന്നും ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ കഴിക്കുവാൻ പോകുന്ന ആഹാരപദാർത്ഥങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഈ ദേവസ്യേട്ടനെയും കൂടെയുള്ള യുവാക്കളെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. കർത്താവേ, ഈ മക്കളെ നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവർ രോഗികളായിട്ട് കഴിയുമ്പോൾ എന്തുമാത്രം വേദനകൾ അവരനുഭവിക്കുന്നു. ലോകം മുഴുവൻ സന്തോഷിക്കുമ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അവർക്ക് ഉത്കണ്ഠയുണ്ട്, ആകുലതയുണ്ട്. നല്ല ദൈവമേ, നീ അവരുടെ ജീവിതത്തിൽ സാന്നിധ്യമായിട്ട് കടന്നു വരണമേ, ഇടപെടണമേ. ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിലൂടെയും നേഴ്സസിലൂടെയും അവർ കഴിക്കുന്ന മരുന്നിലൂടെയും നീ പ്രവർത്തിക്കുകയും അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. നാഷണൽ ഹൈവേയിലെ ഗതാഗതക്കുരുക്ക് താക്കീതുമായി ജില്ലാ കളക്ടർ. മണ്ണുത്തി ഇടപ്പള്ളി നാഷണൽ ഹൈവേ 544-ൽ അടിപ്പാത മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വളരെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഏപ്രിൽ 16-ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനു വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതിൻ്റെയും സാവകാശം അനുവദിക്കണമെന്നുള്ള ആവശ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് മരവിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി, RTO എന്നിവരുമായി ചർച്ച നടത്തുന്നതിന് 22-ന് യോഗം റൂറൽ SP യോഗം വിളിച്ചിട്ടുണ്ട്. ട്രാഫിക് വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ ടോൾ നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. കേരളത്തിൽ BJPയെ മാറ്റി നിർത്തിയുള്ള വികസനം സാധ്യമല്ല. BJP സംസ്ഥാന ഉപാധ്യക്ഷ ജെ പ്രമീള ദേവി. മാറുന്ന കാലത്തെ വികസിത കേരളം എന്ന വിഷയത്തിൽ BJP ജില്ലാ സമിതി നടത്തിയ ആത്മനിർഭർ ഭാരത് സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു. കേരളം മാറി മാറി ഭരിച്ച 2 മുന്നണികളും കേരളത്തിന്റെ കാർഷിക സാമ്പത്തിക മേഖലയെ തകർത്തു. കേരളത്തെ 19 നൂറ്റാണ്ടുകളിലേക്ക് തിരിച്ചുവിട്ടു. നെൽകൃഷിയെയും നാളികേര കൃഷിയെയും റബ്ബർ കൃഷിയെയും തകർത്തു. കർഷകന്റെ നട്ടൽ തകർത്തതാണ് കേരള മോഡൽ.
കേരളം നേടിയ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണം തിരുവിതാംകൂർ റാണിമാരുടെ ദീർഘവീക്ഷണമാണ്. അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അഭിനവ ശിവൻകുട്ടിമാർ എന്നും പ്രമീള ദേവി കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ബാബു, അജിഘോഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ ഡോക്ടർ വി ആതിര, പൂർണിമ സുരേഷ്, സുധീഷ് മേനോത്തുപറമ്പിൽ, ജില്ലാ മീഡിയ കൺവീനർ ദിനേശ് കുമാർ കരിപ്പേരിൽ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം 23-ന് ആചാര തനിമയോടുകൂടിയും ഉത്സവാന്തരീക്ഷത്തിലും പ്രൗഢഗംഭീരമായ ഉത്രാളിക്കാവ് ക്ഷേത്രവും ഭക്തജനങ്ങളും ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. അവിട്ടം നക്ഷത്രം ഭഗവതിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നു. രാവിലെ നിർമ്മാല്യത്തിനു ശേഷം പൂജകളും തന്ത്രിപൂജയും കളഭാഭിഷേകവും നടക്കും. അതിനുശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പാഞ്ചാരി മേളവും പ്രശസ്ത ഇൽനിത്തറ മേളം പ്രമാണി കിഴക്കോട്ട് അനിയന്മാരാർ നയിക്കുന്ന മേളവും ഉണ്ടാകും. വൈകിട്ട് 4-ന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന പാണ്ടിമേളവും 7:30-ന് കുന്നിശ്ശേരി അനിയന്മാരാർ, കോങ്ങാട് മധു, കലാമണ്ഡലം കുട്ടിനാരായണൻ, പാന്നാൾ വേലുക്കുട്ടി, മച്ചാട് മണികണ്ഠൻ എന്നിവർ നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറും. ശേഷം കോമരത്തിന്റെ കൽപ്പനയോടുകൂടി പ്രതിഷ്ഠാന ചടങ്ങുകൾ അവസാനിക്കുമെന്ന് പ്രസിഡന്റ് വി ശ്രീധരൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ, തുളസി കണ്ണൻ, ശശി, ജയേഷ് കുമാർ, രമേശൻ, ദിനേശ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കണം. അതൊരു പിറന്നാൾ സദ്യ എന്നുള്ള നിലയ്ക്ക് തന്നെ നന്നായിട്ട് തന്നെ കൊടുക്കാനുള്ള സംരംഭങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഒരു 10,000-3,000 ആൾക്കാർ എത്തുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഞങ്ങൾ ഒന്നുകൂടി ഈ മീഡിയ വഴി അപേക്ഷിക്കുകയാണ്. അപ്പോൾ അതും ഗംഭീരമായിട്ട് തന്നെ നടത്തണം. അതിനുശേഷം 4 മണിക്ക് നല്ലൊരു ഉത്സവത്തിൻ്റെ ശരിക്കുള്ള കാഴ്ചശീവേലി, ആ കാഴ്ചശീവേലി ആലിൻ്റെ ചോട്ടുന്ന ആ വഴി കൂടെ വന്നു നടക്കിലെത്തി അവിടെ വെച്ചിട്ട് സമാപിക്കും. അത് പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് അവിടെ നിന്ന് വരുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാരാണ്. അങ്ങനെ ഗംഭീരമായിട്ട് തന്നെ അതിനുശേഷം ദീപാരാധന, തായമ്പക, വിളക്കാചാരം, കോമരത്തിൻ്റെ കൽപ്പന എന്നീ ചടങ്ങുകളോടെ ആ പ്രതിഷ്ഠാദിനത്തിന് സമാപ്തം കുറിക്കുകയാണ്. വീണ്ടും ഒരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തകളിലേക്ക്. കുരിശിന്റെ വഴിയിലൂടെ ആത്മീയ ദൃശ്യയാത്ര. കുരിയച്ചിറ പള്ളിയിൽ വിശുദ്ധവാര കർമ്മങ്ങളുടെ ഭാഗമായി ഒരുക്കുന്ന വിയ ഡോളോറോസ എന്ന ദൃശ്യാവിഷ്കാര പരമ്പര ആത്മീയതയും സാംസ്കാരിക പാഠവും ചേരുന്ന അപൂർവ അനുഭവമായി ഇടവകയ്ക്കും അതിലുപരി ദർശകർക്കും മുന്നിൽ തെളിഞ്ഞു നിന്നു. ദുഃഖവെള്ളിയാഴ്ച 3ാമത്തെ എപ്പിസോഡ് വൈകിട്ട് 4 മണിക്ക് അരങ്ങേറി. കർത്താവിന്റെ പീഡാനുഭവങ്ങൾ, കുരിശിൽ തറക്കൽ, സംസ്കാരം എന്നിവ യാഥാർത്ഥ്യത്തിന്റെ അതിർത്തിയിൽ എത്തിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചു. സിനിമയെ വെല്ലുന്ന അവതരണത്തിൽ ദൃശ്യങ്ങളും ശബ്ദങ്ങളും ചേർന്ന ഹൃദയസ്പർശിയായ അനുഭവം പങ്കുവെക്കാനായിട്ടുണ്ട്. 6 വയസ്സുള്ള കുഞ്ഞു മുതൽ 70 വയസ്സുള്ള അപ്പച്ചൻ വരെയുള്ള 9-ലധികം അഭിനേതാക്കൾ ആത്മാർത്ഥമായും സമർപ്പണവും നിറഞ്ഞ അവതരണം. ഫാദർ തോമസ് വടക്കൂട്, ഫാദർ ജിയോ വേലുക്കാരൻ, ഫാദർ അക്ഷയ് കുന്നേൽ, ഫാദർ ഡേവിഡ് കുണ്ടുകുളങ്ങര, പള്ളിക്കമ്മിറ്റി കൈക്കാരന്മാർ, യുവജനങ്ങൾ, ടിനോജ് തോമസ്, സിജോ മുത്തേടൻ, പോൾ MG, ഫ്രെഡിൻ എന്നിവരുടെ നേതൃത്വത്തിൽ 4 എപ്പിസോഡുകളിലായി അരങ്ങേറുന്ന ഈ ദൃശ്യാവിഷ്കാരം
കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ലൈംഗിക അതിക്രമം ചെയ്ത കേസിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉടമ കൂടിയായ പ്രതി പിടിയിൽ. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വല്ലപ്പാടിയിലുള്ള ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ലൈംഗിക അതിക്രമം ചെയ്ത കേസിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉടമസ്ഥൻ കൂടിയായ പ്രതിയെ കൊടകര പോലീസ് പിടികൂടി. കൊടകര വട്ടേക്കാട് വിരിപ്പിൽ വീട്ടിൽ സിൻഡെക്സ് സെബാസ്റ്റ്യൻ 47 എന്നയാളെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ സുരേഷ് EA, ASIമാരായ ജ്യോതി ലക്ഷ്മി, ബേബി, ഗോകുലൻ, ആഷ്ലിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ജിലു സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടശ്ശേരിയിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കൊലപാതകം. പ്രതി റിമാൻഡിലേക്ക്. 19 വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറ്റിച്ചിറ മാരങ്കോട് അയൽവക്കക്കാർ തമ്മിൽ പട്ടി കെട്ടഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നു എന്ന് പറഞ്ഞുള്ള തർക്കത്തെ തുടർന്ന് കുറ്റിച്ചിറ മാരങ്കോട് ചേരിയേക്കര വീട്ടിൽ ശിശുപാലൻ എന്ന് വിളിക്കുന്ന 40 വയസ്സുള്ള ഷിജു എന്നയാളെ കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കുറ്റിച്ചിറ മാരങ്കോട് ആട്ടോക്കാരൻ വീട്ടിൽ അന്തോണി 69 വയസ്സ് എന്നയാളെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട ഷിജുവും അന്തോണിയും തമ്മിൽ അന്തോണിയുടെ വീടിന് പടിഞ്ഞാറ് വശത്തുകൂടെ ഷിജു നടന്നു പോകുന്നതിലുള്ള വിരോധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. 19 വൈകിട്ട് ഷിജുവിൻ്റെ വീട്ടിലെ പട്ടി കെട്ടഴിഞ്ഞ് അന്തോണിയുടെ വീട്ടിലേക്ക് ചെന്നു എന്ന് പറഞ്ഞ് അന്തോണിയും ഷിജുവും തമ്മിൽ വഴക്കുകൂടുകയും തുടർന്ന് രാത്രി 10:30 ഷിജുവിൻ്റെ വീട്ടുപറമ്പിനടുത്തു നിന്നും പരസ്പരം വഴക്കും ബഹളവും ഉണ്ടാക്കിയപ്പോൾ അന്തോണി കൈവശം കരുതിയിരുന്ന കൊടുവാൾ കൊണ്ട് ഷിജുവിൻ്റെ തലയ്ക്കും മുഖത്തിനും കഴുത്തിനും മറ്റും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, ജോഷി KT, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജു KO, രാകേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, രഞ്ജിത്ത്, അമൽരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതീക്ഷകൾ പകരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണകളാണ് ഈസ്റ്റർ. സഹനത്തിനപ്പുറം പ്രതീക്ഷകളുടെ പുലരി പിറക്കുമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. ഈസ്റ്റർ ആശംസകൾ അറിയിക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ തൃശൂർ ബിഷപ്പ് ഹൗസിൽ നേരിട്ടെത്തി. പുന്നമ്പറമ്പ്, മച്ചാട്, മുക്കാട്ടുകര, മണ്ണുത്തി, പടവരാട് തുടങ്ങിയ പള്ളികളിൽ ഈസ്റ്റർ ചടങ്ങുകൾ നടന്നു. ഈസ്റ്റർ സദ്യയുമായി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കരുണയുടെ ദൂതന്മാർ എത്തി. ഇതോടുകൂടി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.